ഇന്നെന്തായാലും രാത്രി ഇനി തെരച്ചിൽ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന തെരച്ചിൽ എന്ന് പറയുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം, അത് ഇന്ന് രാത്രിയിലും തുടരും. 3-4 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 3-ാമത്തെ സ്ഥലത്താണ് ട്രക്ക് ഉള്ളതെന്നുള്ളതാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യം. അവിടെ ഉൾപ്പെടെ ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടരും. ഒപ്പം തന്നെ തെർമൽ സ്കാനർ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യ ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കാനിങ്ങും ഇന്ന് നടക്കും. ആ 2 പ്രവൃത്തികളാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത്. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്രീധരൻ, മഴ മാറി നിൽക്കുന്നില്ല ഒരിക്കൽ പോലും എന്നുള്ളതാണ് അവിടെ ഏറ്റവും കഷ്ടമെന്ന് പറയേണ്ടി വരുന്നത്. ഇപ്പോഴും മഴ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നാളെ എന്തായിരിക്കും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ടോ നാളേക്കും? മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഏതായാലും ഇത് പരിശോധനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഉച്ചയ്ക്ക് ഏതാണ്ട് 4-5 മണിക്കൂർ മാറിയുന്ന മഴ പൂർവാധീന ശക്തിയോടെ ഇപ്പോൾ തിരിച്ചു വന്ന് പെയ്യുകയാണ്. ഇപ്പോൾ പുഴയിൽ ശക്തമായിട്ടുള്ള കുത്തൊഴുക്കുണ്ട്. അത് തന്നെയാണ് ഈ തിരച്ചിലിന് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും. ഇന്നത്തെ പരിശോധനയിൽ, ഈ ഡ്രോൺ വെച്ചുള്ള പരിശോധനയിൽ ഇതുവരെ മനുഷ്യ സാന്നിധ്യമൊന്നും കണ്ടെത്താനായില്ല എന്നുള്ള ഒരു കാര്യം ദൗത്യ സംഘത്തിലെ ആളുകൾ പറയുന്നുണ്ട്. അതായത് 4 ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ ഒരു ടവർ അതുപോലെ തന്നെ റോഡിലെ ദേശീയപാതയിലെ കൈവരി മറ്റൊന്നാകാം. മറ്റൊരു കാര്യം ട്രക്കാവാം. അതുപോലെ തന്നെ ഈ ടാങ്കർ ലോറിയുടെ ക്യാബിൻ. ഇങ്ങനെ 4 ഭാഗങ്ങൾ, 4 സ്പോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ 3-ാമത്തെ സ്പോട്ടിലാണ് കൂടുതൽ സാധ്യത എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ദൗത്യ സംഘം ഉള്ളത്. അതിലൊരു പ്രധാന കാര്യം ഈ ടാങ്കർ ലോറിയുടെ ക്യാബിൻ എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ട്രക്കിന്റെ ക്യാബിനും അതുപോലെ തന്നെ ചേസിസും തമ്മിൽ ക്യാബിനും അതുപോലെ തന്നെ അതിന്റെ പിൻഭാഗവും തമ്മിൽ വേർപെട്ടിട്ടില്ല. അങ്ങനെ വേർപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5-ാമതൊരു സ്പോട്ട് കൂടി ലഭിച്ചേനെ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഏതായാലും മനുഷ്യ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി വീണ്ടും തെർമൽ സ്കാനർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു പരിശോധന ഇന്ന് രാത്രി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തണുപ്പ് കൂടിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ ഇതിന് കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ് മേജർ ജനറൽ ഇന്ദർബാലൻ അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ഏതായാലും ഇന്നത്തെ ദൗത്യത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് തന്നെയാണ്. ഏതായാലും ഈ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർക്ക് അടിത്തട്ടിലേക്ക് ഒന്ന് പോയി നോക്കാൻ പോലുമുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഡിങ്കി ബോട്ടുകളിൽ ഈ പുഴയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് ബോട്ട് നീങ്ങുന്ന ഒരവസ്ഥ, നിയന്ത്രണം വിടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിരുന്നു. നിലവിൽ പുഴയിലെ ഒഴുക്ക് എന്നുള്ളത് 6 നോട്ടാണ്. 2 നോട്ടിലേക്ക് അത് താഴ്ന്നാൽ മാത്രമേ ഇപ്പോൾ പരിശോധന നടത്താൻ അല്ലെങ്കിൽ സുഗമമായി പരിശോധന നടത്താനാവൂ. 3 നോട്ടിലൊക്കെ ഈ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാറുണ്ട്. പക്ഷേ അത് ആരുടെയെങ്കിലൊക്കെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചൊക്കെയാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി MLA പറഞ്ഞു. ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യ സമയങ്ങളിൽ, അതായത് 4-ാം ദിവസം മുതലാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായത്. ആ സമയത്ത് പുഴയിൽ ഇറങ്ങി പരിശോധിച്ചെങ്കിൽ ഒരു പക്ഷേ ഇതിലും നേരത്തെ നമുക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാമായിരുന്നു. ഒരു പക്ഷേ വണ്ടിക്കുള്ളിൽ 6 ദിവസം വരെ ഓക്സിജൻ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഭാരത് ബെൻസ് അധികൃതർ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ അർജുന് സുഗമമായി സർവൈവ് ചെയ്യാൻ സാധിച്ചേനെ എന്നുള്ള ഒരു കാര്യം കൂടി MLA പറയുന്നുണ്ട്. ഏതായാലും അന്ന് GPS സിഗ്നൽ ഉൾപ്പെടെ മൊബൈൽ ഫോൺ സിഗ്നൽ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അന്ന് നടത്തിയത്. പക്ഷേ അതല്ല പുഴയിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും നേരത്തെ ട്രക്കും അതുപോലെ തന്നെ അർജുനെയും കണ്ടെത്താനായി എന്നുള്ളൊരു കാര്യം കൂടി സതീഷ് കൃഷ്ണസൈൽ പറയുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ കനത്ത മഴ പെയ്യുമ്പോൾ പോലും രക്ഷാപ്രവർത്തനത്തിന് കാര്യമായിട്ട് രക്ഷാപ്രവർത്തനം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് രാത്രിയും ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പരിശോധന തുടരും എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും ഇന്നത്തെ ഒരു തിരച്ചിലിന്റെ ആകെ തുക എന്നുള്ളത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിർണായകമായിട്ടുള്ള പല വിവരങ്ങൾ കിട്ടി. കഴിഞ്ഞ ദിവസം നാവികസേന പറഞ്ഞ മൺകൂനയിൽ നിന്ന് 40 മീറ്റർ അകലെ, അതുപോലെ തന്നെ ഈ കരയിൽ നിന്ന് 50 മീറ്റർ അകലെ ഉള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ സ്പോട്ടും ഈ ട്രക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സ്പോട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ ഈ ഗംഗാവലി പുഴയിലെ ഒഴുക്ക്
നിയന്ത്രണത്തിൽ ആണെങ്കിൽ എങ്ങനെ നാളെയും ഒഴുക്ക് നിയന്ത്രണ വിധേയമാകും എന്നല്ലെങ്കിൽ ഒഴുക്ക് കുറച്ചെങ്കിലും കുറയുമെന്നാണ് നമ്മൾ കരുതേണ്ടതാണ്. പ്രത്യേകിച്ച് മഴ വീണ്ടും കരുത്ത് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയും ഓറഞ്ച് അലേർട്ടുണ്ട്. അത് തന്നെ ഒഴുക്ക് കൂടാനും ഒപ്പം തന്നെ ജലനിരപ്പ് കൂടാനും ഒക്കെ കാരണമാകുകയും